ഹലോ അസ്സലാമു അലൈക്കും. എന്താ ലേഹന്റെ തലയില് സ്റ്റൈലാക്ക് കണ്ണാട എവിടെ കൊഞ്ചല്ലേ പെണ്ണ്, നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണ്, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണ്. ഇത് ചൂടെടുത്തിട്ട് ചാട്. എത്ര എന്താ എല്ലാം മുടിമുണ്ടൊക്കെ തലയുമുണ്ടല്ലോ അലേഹ. അലേഹ ഇങ്ങോട്ട് അപ്പൊ നോക്കട്ടെ. രസം ചൊറുക്കയിക്കണ്. മുടിയായിരുന്നു അപ്പൊ മൊത്തം ഉണ്ടായിരുന്നില്ലേ? സ്റ്റൈലാക്കട്ടെ കേട്ടോ. സ്റ്റൈലാക്ക് എവിടെ സ്റ്റൈലാക്ക് എവിടെ നോക്കട്ടെ. അപ്പൊ സ്റ്റൈലാക്ക് നോക്കട്ടെ. ഈ കണ്ണട നിക്കണില്ലേ? എവിടെ കണ്ണാനാ? എവിടെ? എല്ലാവർക്കും ജുമാ മുബാറക്ക്. അങ്ങനെ ഗായ്സ്, ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച, അടുത്ത ഈ വെള്ളിയാഴ്ച പെരുന്നാളാവോ? രണ്ടാം പെരുന്നാളേക്കാരം. ഈ പെരുന്നാൾക്കാണ് അറിവുള്ള ദിവസമല്ലേ? ഡയറ്റും ആയിപ്പോയി. അവിടെ കാണാനൊന്നുമില്ല. പ്രാവശ്യം എവിടുക്ക ട്രിപ്പ് പോണ്ടി? നിങ്ങൾ തമിഴ്നാട്ടിൽ പോവാ? ഉമ്മ ഗൈസ് ഉമ്മയുടെ മകളുടെ അടുത്ത് പോവാ. മകള് എന്താ വരാത്തേ? ഇവർക്ക് ഇപ്പൊ സ്കൂള് അല്ലെങ്കിൽ ഇലക്ഷൻ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പെരുന്നാക്കൂല്ലേ? ഈ പെരുന്നാക്കൂല്ലേ? എടുക്കില്ലേ? അങ്ങനെ ഗായ്സ് ഉമ്മ 4 ദിവസം ഉമ്മ ട്രിപ്പ്. ഞാൻ എവിടേക്കേലും പോകണം 4 ദിവസം എവിടേക്കേലും. ഞാൻ പോകുമ്പോ ഒറ്റക്ക് എന്നെ പോണേ. എന്താ അറിയോ? എന്താ നിങ്ങൾ ഒറ്റക്ക്, ഇയ്യും എൻ്റെ ഉമ്മയും ഒറ്റക്ക്, ഞാനും ഒറ്റക്ക്, നിങ്ങളും ഒറ്റക്ക് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാവരും ഒറ്റക്ക്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു പോക്ക് പോവാം. ഇങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലവും നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യലുണ്ട്. അതായത് എല്ലാ പ്രാവശ്യവും നമ്മളൊരു 40 കുട്ടികൾക്ക് നോട്ട് പുസ്തകവും പേനയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കലുണ്ട്. അതൊരു എത്തിങ്ങാനയിലാണ് കൊടുക്കൽ. അതായത് അവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ കൊടുത്തു. ഈ കൊല്ലം നമ്മളത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ പറഞ്ഞിട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊടുക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാവർക്കും എല്ലായിടത്തും കൊടുക്കാനൊന്നും ഞാൻ ആരും ആയില്ല. ശരി തന്നെയല്ലേ? പിന്നെ ആരാ തിന്നല്? ഞാൻ ഇന്നലെ പൊരിച്ച മീൻ ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ ചക്ക കൂട്ടാനും ഗ്യാസ് എടുത്തത് ഇച്ച് തോല ചോറിനാൻ പറ്റൂല. എന്ത് സാധനം തോല തിന്നാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മളിത് കൊടുക്കണത് 4 ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിട്ടല്ല. അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കണ കണ്ടിട്ട് വേറെയും കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ കൊടുക്കാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ വേറെയും കുറെ ആളുകൾക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാം. അതിലൂടെ നമ്മൾ ഈ സ്ഥലം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതും കൂടി നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ മുഖേന അവിടെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓൽക്കും അതൊരു ഹെൽപ്പാണ്. മൊത്തത്തിൽ നല്ല കാര്യമല്ലേ? പിന്നെ എല്ലാവരും ഇപ്പോൾ പേഴ്സണലിലേക്ക് എനിക്ക് വിളിച്ചിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും അഭിപ്രായം, അതായത് നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. കാരണം എല്ലാവരും സാഹചര്യം ഭയങ്കര മോശമാണ്. ഇപ്പോൾ എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും വരുമാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മക്കളുടെ സ്കൂൾ തുറക്കലും പെരുന്നാളൊക്കെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരൻ്റെയും കൂലിപ്പണിക്ക് വരണോൻ്റെയും മിഡിൽ ക്ലാസ് ഫാമിലിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരിക്കും. കാരണം ഓലെങ്ങനെയാണ് കഴിച്ചു കൂട്ടണത്, ഓലെന്തൊക്കെയാണെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഉറങ്ങാത്ത രാത്രികളെ കാരം. എന്നാൽ മക്കളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓൽക്ക് ഇതൊക്കെ വാണേ. ഇനി നമുക്കാണെങ്കിൽ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ടെൻഷനും മൊത്തത്തിൽ അങ്ങനെ സിറ്റുവേഷനേ കാരം. എല്ലാ ഒരു കണക്കുകൂട്ടലിൽ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ പെരുന്നാളും സ്കൂൾ തുറക്കലും ഒരു വീട്ടിലൊരു 4 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഫാമിലിക്ക് ഒരാൾ പണിക്ക് പോയി എത്തൂല ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും എല്ലാവർക്കും കൊടുക്കാനൊന്നും ഞാൻ ആരുമായിട്ടില്ല. അങ്ങനെ ആയ ആളുകൾ ഒരുപാട് ആൾക്കാർ ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവട്ടെ. എന്നാൽ എല്ലാവർക്കും നമ്മളെയും കൊണ്ട് ചേട്ടൻ മാക്സ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇട്ടാൽ തന്നെ മാക്സിമം ആളുകൾ എന്നെ ഫോൺ വിളിച്ചിട്ടും എന്തായാലും വിളിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഞങ്ങൾക്കും വേണം, നമ്മൾ അവകാശപ്പെട്ടവരാണ്, അർഹതപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ നമുക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റും. എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അത് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, ഓലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്താ, അപ്പോൾ എല്ലാവരെയും
എല്ലാവർക്കും എല്ലാതും കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് ആവുമ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മണ്ണാർക്കാട്ടേക്കാണ്. ഞാൻ ഫാമിലി ഒന്നുമില്ല, ഞാനും താഹിറുമാണ് പോകുന്നത്. താഹിറും ഉണ്ട്. അപ്പോൾ ഞാനോട് പറഞ്ഞടാ പകുതി ഇയും ചെയ്യ്, പകുതി ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറയുന്നത്. ഓരോരുണ്ട് നോട്ട് പുസ്തകം പറഞ്ഞത് 40 കുട്ടികൾക്കുള്ള നോട്ട് പുസ്തകം പറഞ്ഞത്. അത് വലിയ നോട്ട് ബുക്കും വേണം, ചെറിയ നോട്ട് ബുക്കും വേണം. ഓരോ കുട്ടിക്ക് 10 നോട്ട് ബുക്കിൻ്റെ മുകളിൽ വെച്ച് വേണം. അപ്പോൾ അത്യാവശ്യം നോട്ട് ബുക്ക് എന്തായാലും വേണം. ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു, ഇവർക്ക് നാടൻ ചോറും മീനും വാങ്ങി കൊടുക്കണം. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഇട്ടരാ കേട്ടോ ഗൈസ്. അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ചോറൊക്കെ? മറ്റേ പറഞ്ഞാൽ 70 ഉറുപ്പ്യ ചോറ് 700 ഉറുപ്പ്യ മീനെന്ന് പറഞ്ഞ മാതിരിയാണ്. മീനും എന്നാ ബിരിയാണി കഴിക്കാറില്ലേ? കാരണം മീനെന്ന് പറഞ്ഞാൽ ഓരോ ആഗ്രഹമല്ലേ, കഴിച്ചോളി. ഓക്കെ. അലേഹ എന്താ അലേഹ എൻ്റെ തലയിൽ അയ്യോ എവിടെ ഒരവ് കൊടുത്ത എല്ലാവർക്കും ഇപ്പൊ പറിച്ചിടുമല്ലോ റബ്ബെ, എന്താ തലയുടെ മുകളില്. പോലീസുകാരെന്ന് വെച്ചാൽ പോലീസുകാർക്ക് തിന്നണ്ടേ, പോലീസുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്തത് കോളാമ്പിയോ. പണ്ട് നമുക്ക് ഫുഡ് ഇതെന്തിനോ വല്യമാര് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ ഇതെന്താ സാധനം? കടുക്ക. എന്നാ കടുക്കയാണ്, കടുക്ക. കല്ലുമ്മക്കായി. കല്ലുമ്മക്കായി. അലയൊക്കെ എന്താ വേണ്ടി? നിനക്ക് എന്താ വേണ്ടി? അലയൊക്കെ എരിവുണ്ടോ നോക്കട്ടെ. അലയൊക്കെ ഒന്നുമില്ല. അങ്ങനെ നല്ല ചോറും മീനുമാണ് കഴിച്ചുകൊണ്ടിരിക്കണത്. ഞാൻ മന്തി കടയിൽ പോവാന്ന് പറഞ്ഞതാ. അപ്പോൾ ഓലിക്ക് ചോറും മീനും മതി ഇത്രേ. കരയല്ലേ കരയല്ലേ. ഇതാണ് പിറ്റേളെ കൊണ്ട് ഹോട്ടലിൽ കയറാൻ പറ്റൂല. മന്തി റൈസ് വേണം എനിക്ക്. മന്തി പീസ് ഉണ്ടോ? ആ അതാ മന്തി. മന്തി റൈസ് ഇട്ടിട്ട് കാര്യമില്ല, മന്തി പീസാ മന്തി. എണ്ണല്ലാത്ത ചിക്കൻ ഒന്നുമില്ലല്ലോ? എണ്ണല്ലാത്ത കറി തന്നെയല്ല അല്ലേ? നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടൊക്കെ ഞാൻ അവിടെ നിർത്തിക്കണം തന്നെ. അല്ലെങ്കിൽ ഞാൻ തന്നാതെ നിങ്ങൾക്ക് തണ്ട. എനിക്ക് പ്ലേറ്റ് ഇല്ല, ഒരു ഇരുന്ന് കഴിക്കാൻ. അതിനെ നോക്കണോ? 2 മക്കളെയൊന്നും നോക്കാൻ കഴിയൂല. എന്നാ അതിനോട്ട് കൊണ്ട. നിങ്ങൾക്ക് നല്ല മീൻകറി കാണാം. മീൻ എന്തൊക്കെ കറിയുള്ളത്? മീൻകറി വറുത്തരച്ച കറി ഉണ്ടോ? ഇല്ല. പഴമാങ്ങ, മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങക്കറി നല്ല ചെമ്മീൻ ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ കഴിക്കാൻ. എന്ത് എരുണ്ടോ? എവിടെ എവിടെ? നമ്മളെ നാട്ടിൽ തന്നെ. ഏത് ഏത്? നിങ്ങൾക്ക് എന്താ വേണ്ടിയേ? ചോറ് കഴിച്ചോളി, ചോറ് കഴിച്ചോളി. നല്ലോണം ചോറ് കഴിച്ചോ. നല്ല ആളമ്പല പപ്പടം വെച്ചിട്ടാണ്. സാമ്പാറാ മീൻകറിയാ? മീൻകറി മാമ്പഴം. ഏതാ വേണ്ട? മാമ്പഴം വേണോ? നിങ്ങൾക്ക് എന്താ മാമ്പഴം വേണോ? കുറച്ച് മീൻകറിയാ? കുറച്ച് മാങ്ങക്കറി വെച്ച് നോക്കി, ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് കുറച്ച് വെച്ച് നോക്കി. പഴമാങ്ങയാണ്. ഇതൊന്നും നിങ്ങളെ പെരേല് ഉണ്ടാക്കൂല ഇവിടെ. ആ തന്നെ കിട്ടുമ്പോ തിന്നാ നല്ല. ഞാൻ കുടിക്കും വേണോ? അതിനോട് കൊണ്ടുപോയി ഞാൻ ഇവിടുന്ന്. രണ്ടാള് എന്നാ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. എന്നിട്ട് കൊടുക്കും, തിന്നാൻ കൊടുക്ക്. നിങ്ങൾ ആദ്യം കുറച്ച് കഴിക്ക്, എന്നിട്ട് കൊടുക്കാം. ഈ വലിയ മീൻ വേണോ? ഇക്കുറ മീന് നത്തല് വരുമ്പോ അത് കൂട്ടിയെ കുറച്ച് അങ്ങ് മാറി. ബസ്സിനെ വിളിച്ചെടുത്ത് നേരത്തെ ആരും കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. നെയ്മീൻ വേണോ? നെയ്മീൻ. ഞാനും എൻ്റെ ഐബു നിൽക്കണമൊക്കെ ഫുഡൊന്നും കഴിക്കാതെ. അലേതാ ഓരോ ഉരുള വായി തിഞ്ഞിട്ടില്ല. അലേഹ ഐബുവിന് എന്താ വേണ്ടി? ചോറ് വേണോ? നമുക്ക് പപ്പടം വേണം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് ഞാൻ എന്താക്കി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഇപ്പോൾ ഫാമിലി ഒന്നുമില്ല, ഞാനുള്ളത്. പിന്നെ നമുക്ക് പോകണ വഴിക്ക് താഹിറിനെ എടുക്കണോ, അതുപോലെ ന്യൂസാക്കി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്.
അപ്പോൾ ഓലിയും കൂട്ടിയിട്ട് ആദ്യം നമുക്ക് ബുക്ക് വാങ്ങാൻ പോകണം. ആദ്യം പെരിന്തൽമണ്ണക്ക് പോവാം. അപ്പോൾ എന്തായാലും കൊടുക്കണം, ഇൻഷാല്ലാ നല്ല ബുക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആരും ഇത് ഞാൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണോ വ്ളോഗിന് വേണ്ടിയിട്ടാണെന്നൊന്നും നിങ്ങൾ ആരും പറഞ്ഞു. ഞാൻ ഇത് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചാണ്. പിന്നെ വന്നപ്പോൾ അലേഹൻ്റെ തലയിൽ ഇങ്ങനെ ചെടിയൊക്കെ അല്ല കുറേ എന്താ മുത്തും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ദിവസമായി ഇടക്കും നിലക്കൊക്കെ വീഡിയോ ഇടലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഒക്കെ അവിടെ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ നമ്മൾ കൊടുക്കുന്നതും മക്കളെന്ന് ഞാൻ കാണിക്കൂല. നമ്മുടെ പോണ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഓക്കെ. എന്നെ സംബന്ധിച്ചിട്ട് കാരണം ഒരു തികഞ്ഞൊരു വിദ്യാഭ്യാസ യോഗ്യത നല്ല ഒരു ജോലിയോ ഒന്നും നമുക്കില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാം കേട്ടോ ഗൈസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എന്താ പറയുക +2 ഫെയിലാണ്. നേരെ ഇംഗ്ലീഷ് പറയാൻ അറിയാമെന്ന് വെച്ചാൽ അതറിയൂല. മൊത്തത്തിൽ എന്താ പറയുക, പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും നോക്കാനാണെന്നുണ്ടെങ്കിലും ഓർക്ക് വേണ്ട സാധനങ്ങൾ ചെയ്തു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാം നടക്കുന്നുണ്ട് എന്ന് പറയാം. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പോരായ്മകളും കുറവുകളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവൂലേ. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, എന്തായാലും നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നല്ലൊരു സമയം നിങ്ങൾക്കും വരും. വെയിറ്റ് ചെയ്തിരിക്കുക, അത്രേ പറയുള്ളൂ. കാരണം നമ്മളൊക്കെ അതിനൊരു ഉദാഹരണം കേട്ടോ. കാരണം എൻ്റെ പോരായ്മകളൊന്നും എനിക്കെടുത്ത് പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ ആ ഒരു വഴിയിലൂടെ വന്നവനാണ്. നമുക്ക് ഈ അനുഭവങ്ങൾ പഴയത് പറയുന്ന ആളുകൾക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്, അല്ലാത്തവരും ഇതൊന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിതൊന്നും ഒരിക്കലും മറക്കൂല. നമ്മൾക്കത് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ആസ്വദിക്കുകയാണ്. ഞാൻ ആ കഷ്ടപ്പാട് ഇപ്പോൾ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അന്നങ്ങനെ കഷ്ടപ്പെട്ട് എനിക്കൊന്നത് ചെറുതെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നേടാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊക്കെ വലിയൊരു രസമുള്ള പരിപാടി കേട്ടോ. ഓക്കെ, നമ്മളെ നോട്ട്ബുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ. എന്തായാലും ഇതിൽ എത്ര നോട്ട്ബുക്ക് ഉണ്ട്? 260 നോട്ട്ബുക്ക് മൊത്തം ടോട്ടല്. അതിൽ ഇത്ര വലുപ്പമുള്ള നോട്ട്ബുക്ക് ഉണ്ട്, പിന്നെ ഈ നോട്ട്ബുക്കും ഉണ്ട്. വരള്ളത് വരെ ഇതിഞ്ഞൊരു 50 കൂടി വേണം. അതിന് പുറത്തുനിന്ന് വാങ്ങട്ടെ. നോട്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങി നമ്മളിങ്ങനെ യാത്ര തിരിച്ചു പോകും. പക്ഷെ ഇവിടെ എവിടെയാണ് ഇതാ കഴിഞ്ഞു. ഈ വഴിയിൽ വാഹനങ്ങൾ പാർക്കിടരുത്. ഇവിടെ എവിടെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നത്? ഒരു ഇവിടെ ഇവിടെയൊക്കെയാണ് ഒരു പള്ളിയുടെ മിനാരം കാണും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്. ബുക്കുകളൊക്കെ വാങ്ങി. ഇനി ബുക്കുകൾ വാങ്ങാമല്ലോ, ഒരുവിധം നമ്മളെല്ലാ ബുക്കും വാങ്ങി. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാൻ പറ്റട്ടെ. നമ്മളിതാ ഈ എത്തിങ്ങാനല്ല, ഇത് എത്തിങ്ങാനല്ല, ഇത് പള്ളിയാണ്. ഇതിന്റെ ബാക്കിലാണ് അല്ലേ ശക? എന്താണ് കറക്റ്റ് പേര്? എത്തിങ്ങാന ബാലിക വീരാനൗലി മെമ്മോറിയൽ. ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത് ഇറങ്ങി. നമ്മളവിടുന്ന് മക്കളെ ഫോട്ടോ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ ഉദ്ദേശം അതല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം, വീഡിയോ കൊണ്ടുള്ളത് ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ? അതെ, ഞാൻ ഓരോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാം അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മൾ ചെയ്തു കൊടുത്തു. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയും കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇതൊരു കണ്ടന്റ് ആക്കിയെന്ന് നിങ്ങൾ ആരും പറയരുത്. നമുക്കിതൊരു വീഡിയോ എടുക്കാൻ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാട്ടോ അല്ലേ മെയിനായിട്ട്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ അങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം എന്തായാലും താഹിറെ പിന്നെ ഞാനേ ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ കൊടുക്കാൻ ഇപ്രാവശ്യം പറ്റി. അടുത്ത പ്രാവശ്യം ഇപ്പം നമ്മൾ പുസ്തകം ഇതൊക്കെ കൊടുത്ത് അടുത്ത പ്രാവശ്യം ബാഗും ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമ്മൾ കൂടെ വേണം. ഈ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ.